ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും ഈ കുർത്ത സ്റ്റിച്ച് ചെയ്യാൻ, കുർത്ത അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനിത് സിമ്പിളായിട്ട് ഒന്ന് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒന്ന് രണ്ട് കമൻറ്റൊക്കെ കണ്ടായിരുന്നു കുർത്ത സ്റ്റിച്ച് ചെയ്യുന്നതിനെ പറ്റിയൊരു വീഡിയോ ഇടാൻ വേണ്ടി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്താൽ മതി. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതുപോലെ ഞാനൊരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ ആദ്യം ഇതിൻ്റെ അടിഭാഗത്തെ ആ ഒരു വീതിയാണ് അടയാളപ്പെടുത്തി കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ തുണി മടക്കി ഇടാൻ വേണ്ടിയിട്ട് ഒരു 30 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പിടിച്ചിട്ടാണ് ഞാൻ ഒന്ന് മടക്കി ഇടാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ താഴ്ഭാഗമായിട്ട് വരും ഈ ഭാഗം. അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ ആണ്. അപ്പം ആദ്യമായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്. അപ്പോൾ ഇതാ ഇതുപോലെ ആ 30 ഇഞ്ച് ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്നും കൂടി ഫോൾഡ് ചെയ്തിടണം നമുക്ക്. അപ്പം നമ്മൾ 4 മടക്കിൽ തുണി നമ്മൾ വെട്ടാനുള്ള രീതിയിലേക്ക് റെഡിയാക്കി ഇടാൻ പറ്റും നമുക്കിതിപ്പം. അപ്പോൾ കറക്റ്റായിട്ടൊക്കെ തന്നെ നമ്മളിത് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ അളവുകളൊക്കെ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇത്രയും നല്ലതുപോലെ നമ്മൾ കറക്റ്റ് ലെവലിൽ തന്നെ ഈ പീസ് നമ്മളൊന്ന് മടക്കിയിടുന്നത്. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. 4 മടക്കിൽ, അതാണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പം 4 മടക്കാണ്. ഇനി നമ്മൾ ഷോൾഡറൊക്കെ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനൊരു ബുക്ക് എടുത്തിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ ഒരു റഫായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുമ്പം ഇതാ ഞാനിതിൽ വരയ്ക്കുന്ന പോലെ ഈ ആരോ കൊടുത്തിരിക്കുന്ന അത്രയും ഭാഗമാണ് നമ്മൾ ഒരു ചുരിദാറിൻ്റെ അരി എടുത്ത് വെച്ചിട്ട് അളന്ന് എടുക്കേണ്ടത്. ഇതല്ല നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ബോഡിയിൽ വെച്ച് മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അപ്പോഴും നമ്മൾ ഈ ഷോൾഡർ ഒരറ്റം മുതൽ ഒരറ്റം വരെയാണ് പിടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഒട്ടും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു എത്ര ഇഞ്ചാണെന്നുള്ളത് നമുക്ക് അവിടെ കിട്ടും. ഇപ്പോൾ എൻ്റേത് ഇവിടെ ഞാനൊരു 14 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പം ഒരു 7 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കൈക്കുഴിയാണ്. അപ്പോൾ കൈക്കുഴി എടുക്കുന്നത് നമ്മൾ ഷോൾഡർ നമ്മളെടുത്ത അതേ 7 ഇഞ്ച് തന്നെയാണ് താഴേക്ക് കൈക്കുഴിക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ എടുക്കുന്ന എത്രയാണോ അത്ര തന്നെയാണ് താഴേക്ക് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ അതുപോലെ തന്നെ 7 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇവിടെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ സ്കെയിലുണ്ടല്ലോ, നമ്മുടെ ആം ഹോളിൻ്റെ സ്കെയിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വളച്ച് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും ഇങ്ങനെ ചുരിദാർ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ സ്കെയിൽ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഇതുപോലെ 1 ഇഞ്ച് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിലൂടെ ഒന്ന് വരച്ചെടുത്താലും മതി. അതും കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ വരച്ചു കൊടുത്താലും മതി ഇങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാം. ഇനി നമ്മൾ ഈ ഹോളിൻ്റെ സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ മുകൾ വശം ഇതുപോലെ ലെവൽ ചെയ്ത് നേരെ വെച്ച് വരയ്ക്കരുത്. നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നില്ലേ, ഇതുപോലെ തന്നെ ആ മുകൾ വശം ചരിഞ്ഞേ നമ്മൾ വെച്ചേ വരച്ചെടുക്കാവുള്ളൂ. അങ്ങനെ വരയ്ക്കുമ്പോഴേ അത് പെർഫെക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കാണിച്ചത്.
ഇനി നമുക്ക് നമ്മുടെ നെക്ക് കൂടി ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അകലം, കഴുത്തിൻ്റെ അകലം. ഇനി ഇങ്ങോട്ടേക്കൊക്കെ ഇറക്കി ഒരുപാട് വിട്ട് കഴുത്തിന് വേണ്ടുന്നവരാണെങ്കിൽ നമുക്ക് 3.5 ഇഞ്ചൊക്കെ എടുത്ത് അങ്ങനെ തയ്ച്ചെടുക്കാം, വെട്ടിയെടുക്കാം. താഴേക്ക് ഇത് ബാക്കിലത്തെ നെക്കും ഫ്രണ്ടിലത്തെ നെക്കും കൂടി ഒന്നിച്ചാണ് ആദ്യം ഞാൻ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ബാക്കിലത്തെ നെക്ക് ഞാനൊരു 3.5 ഇഞ്ചും ഫ്രണ്ടിലത്തെ ഒരു 5.5 ഇഞ്ചുമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ തന്നെ ഞാൻ ഒരു സ്ക്വയർ നെക്കാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് നെക്ക് വേണമെങ്കിലും നമുക്കിങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ അത് ലെവൽ ചെയ്ത് വരയ്ക്കാനായിട്ട് ഇതുപോലെ ടേപ്പ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ചുരിദാറിൻ്റെ നെക്ക് വശവും നമ്മളിപ്പം കംപ്ലീറ്റ് ആയിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിനൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി ആ ബാക്കിലത്തെ നെക്ക് ഇതുപോലെ നമുക്ക് ആ സ്കെയിൽ വെച്ച് വരയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ വരയ്ക്കാൻ പറ്റുന്നവർക്ക് അല്ലാതെയും വരച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ ഒന്നിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് കട്ടിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് വരച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ 2 നെക്ക് നമുക്കവിടെ റെഡിയായി. ഇനി നമ്മൾ താഴേക്ക് നമ്മുടെ ഷേപ്പ് അടയാളപ്പെടുത്താൻ പോവുകയാണ്. എപ്പോഴും ഞാൻ അടയാളപ്പെടുത്തുമ്പോൾ ഞാനൊരു അധികം തുണി ഇട്ടിട്ട് ഇതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കത്തുള്ളൂ. നമ്മുടെ ചെസ്റ്റ് ഭാഗം, അതുപോലെ തന്നെ ഷേപ്പ് ഭാഗവും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ആ സ്ലിറ്റ് ഭാഗം നമുക്കൊന്ന് വരച്ചെടുക്കണം. 18 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയത്. അത് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തിയ അതേ ഭാഗത്തുനിന്ന് തന്നെ മുകളിൽ നിന്ന് തന്നെ 18 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി കൈക്കുഴി മുതൽ നമ്മൾ ആ ഒരു 18 ഇഞ്ച് അടയാളപ്പെടുത്തിയിടം വരെ നമ്മളൊരു 11 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കാൻ പോകുന്നത്. ഞാനെപ്പോഴും നമ്മുടെ ഈ ഒരു ചെസ്റ്റ് മുതൽ താഴെ ഭാഗത്ത് വരെയുള്ള ആ ഭാഗത്ത് നമ്മളുടെ ഒറിജിനൽ ആ ഒരു ആക്ച്വൽ സൈസിനെക്കാട്ടിൽ ഒരു 6 ഇഞ്ച് അഡീഷണൽ ഇട്ടിട്ടാണ് എപ്പോഴും ഇങ്ങനെ അടയാളം ചെയ്ത് കൊടുക്കുന്നത്. കാരണം തയ്യൽ തുമ്പ് പോകണം. പിന്നെ അഥവാ മനുഷ്യരുടെ കാര്യമല്ലേ, ഇച്ചിരി വണ്ണം കൂടത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റ് ഫിറ്റിൽ നമ്മൾ തയ്ച്ചെടുത്താൽ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് അഴിച്ചു വിടാനൊന്നും പറ്റത്തില്ല. അപ്പം അതിന് കണക്കാക്കി ഒരു 6 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ ആ ഒരു ലെങ്ത് 48.5 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ആ ഒരു 18 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഒരു 15 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം, താഴത്തെ ആ ഒരു വിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചരിച്ച് ഇതുപോലെ ഒന്ന് ടേപ്പ് വെച്ച് ഇതുപോലെ ചരിച്ച് ഇങ്ങനെ ആ 15 ഇഞ്ചിലേക്കൊന്ന് ചരിച്ച് ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അത് സ്ലിറ്റ് ഭാഗമാണ് അങ്ങനെ നമ്മൾ വരച്ചെടുത്തത്. ഇപ്പം കൈക്കുഴി നമ്മൾ കട്ട് ചെയ്ത് ഇനി താഴേക്ക് നമ്മുടെ ആ ഒരു സ്ലിറ്റ് നമ്മൾ ചരിച്ചങ്ങ് 15 ഇഞ്ചിലേക്ക് ചരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ 15 ഇഞ്ചിൻ്റെ ഇതാണ് നമ്മൾ ആദ്യം ആ ഒരു 30 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് മടക്കിയിട്ടില്ലേ അത്. ഇനി നമ്മൾ ഇതുപോലെ ആദ്യം റൗണ്ട് നെക്ക് നമ്മൾ ബാക്കിലെത്തത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നീടാണ് ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്കിൻ്റെ പീസ് മാറ്റിയിട്ടിട്ട് ഫ്രണ്ട് നെക്ക് നമ്മൾ സ്ക്വയർ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആദ്യം നമ്മുടെ കൈയുടെ ഇറക്കം നമുക്ക് എത്രയാ ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ലെങ്ത്. ഇതിനകത്ത് ഞാനിപ്പോൾ ആദ്യം ഒരു 13 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ഈ 13 ഇഞ്ചിൻ്റെ ഈ ഭാഗത്ത് ഞാനൊരു 3.5 ഇഞ്ച് മുകളിൽ നിന്ന് താഴേക്ക് ഞാൻ അടയാളം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ ഭാഗമായിട്ട് വരുന്നത്. അപ്പം 3.5 ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ച ഇപ്പുറത്തെ ആ ഫോൾഡ് വശത്ത് നിന്നും 13 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ചരിച്ച് ആ 3.5 ഇഞ്ചിലേക്ക് നമ്മുടെ ആ ഒരു ഷേപ്പിൽ കൈക്കുഴി ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നോർമൽ സ്ലീവ്. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാനിവിടെ എടുക്കാൻ പോകുന്ന ഒരു പഫ് സ്ലീവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ അടയാളം ചെയ്ത് വെച്ചിരിക്കുന്ന ആ 13 ഇഞ്ചിൽ നിന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട്
ഇതുപോലെ സൈഡിലേക്ക് ഒരു 4 ഇഞ്ച്, അതിൻ്റെ വണ്ണവശത്തേക്ക് ഒരു 4 ഇഞ്ച് ഞാൻ അടയാളം ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവിടെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ആ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് നമ്മൾ അവിടെ നിന്ന് താഴേക്ക് ചരിച്ചങ്ങ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പഫ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ നമുക്ക് പഫ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കൂടുതൽ നമുക്ക് തുണി വേണം. അപ്പോൾ ഇതിപ്പോൾ ഇത്രയേ തുണിയേ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് പഫ് എടുത്തത്. ഇതിപ്പോൾ ഈ സൈഡിലേക്ക് ഞാൻ വീണ്ടും കാണിച്ചു തരുന്നുണ്ട്. 4 ഇഞ്ചും താഴേക്ക് ഒരു 2.5 ഇഞ്ചുമാണ് ഞാൻ എടുത്തേക്കുന്നത്, എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഫ് സ്ലീവ് റെഡിയായി. ഇനി നമ്മൾ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട്, ഇനി അറിയാത്തവർക്ക് പോലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ചുരിദാർ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്. പിന്നെ എൻ്റെ നെക്സ്റ്റ് ഭാഗം ഞാൻ ഈ തയ്ക്കുന്നത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ ഒരു വീഡിയോ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതെങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്കിനി ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇത് കുറച്ചുകൂടി ലെങ്ത് കൂടും വീഡിയോയ്ക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ഇതാണ് നമ്മുടെ ആ ഒരു പഫ് നമ്മളിങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.